ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. MC ജിത്തിൻ്റെ സംവിധാനത്തിൽ നസ്രിയ നസീമും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഈ കുറേ കാലം മുന്നേ വരെ ഒരു ക്രൈം ത്രില്ലർ സിനിമകൾക്ക് ഒരു പ്രോപ്പർ ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. ഒരു കൊലപാതകം നടക്കുന്നു, അത് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു CBI ഓഫീസേഴ്സ് അവസാനം ഒന്നോ രണ്ടോ സീനിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് ആദ്യം ഒരു കൊലപാതകമായിരുന്നെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സീരിയൽ കില്ലിംഗ് ആയി അതിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഒരേ ടെംപ്ലേറ്റ് തന്നെയാണ് എല്ലായ്പ്പോഴും ഇവർ ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് സിനിമകൾ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ആ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്ത് ഒരുപാട് ക്രൈം ത്രില്ലർ സിനിമകളും വന്നിട്ടുണ്ട്. ചിലത് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, മറ്റ് ചിലത് അതുപോലെ തന്നെ പാളിപ്പോയിട്ടുമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് കുറേ ക്രൈം ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ട്. അത് പല ഭാഷകളിലും വന്നിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ വളരെ മികച്ച കുറേ സിനിമകൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ് കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്നത്. അതൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം, അത് ബേസ് ചെയ്തിട്ട് ഒരു ക്രൈം ത്രില്ലർ മോഡിൽ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു കിഷ്കിന്ധാ കാണ്ഡം. അതിനുശേഷം അതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മേലെയോ എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ക്രൈം ത്രില്ലർ മൂവിയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ ആദ്യം പ്രഖ്യാപിച്ചപ്പം മുതൽ അധികം കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ റിലീസ് അനൗൺസ് ചെയ്തപ്പം മുതൽ ബേസിൽ ജോസഫും നസ്രിയ നസീമും ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നു എന്ന് തോന്നിയപ്പോൾ സാധാരണയായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇതൊരു കോമഡി അല്ലെങ്കിൽ ഒരു ഫൺ മൂഡിലുള്ള ഒരു ഫിലിം ആയിരിക്കും എന്നാണ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണെന്ന് തോന്നിയിരുന്നു. എന്നാലും അത്രയൊരു ക്രൈം ത്രില്ലർ മോഡിലുള്ള മൂവിയാണെന്ന് ഒരു എക്സ്പെക്റ്റേഷനും ട്രെയിലറും തന്നില്ല. ട്രെയിലറിൽ ഒരു അയലത്തെ വീട്ടിൽ താമസിക്കാൻ വരുന്ന ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരാളും അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഒരു കുടുംബിനിയായ സ്ത്രീയും എന്നൊരു കോൺസെപ്റ്റായിരുന്നു ആ ഒരു ട്രെയിലറിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അത് കൂടുതലൊരു ഫൺ മോഡിലുള്ള ഫിലിം ആയിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷനായിരുന്നു അപ്പോഴും എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ഫിലിമിൻ്റെ റിവ്യൂ വന്നപ്പം മുതൽ ഇതൊരു ക്രൈം മൂഡ് തരുന്ന ഒരു ക്രൈം മൂഡിലുള്ള ഒരു ത്രില്ലർ മൂവിയാണ് എന്നൊരു അഭിപ്രായം പല കോണുകളിൽ നിന്നും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഫിലിം കണ്ടപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ഫിലിം കണ്ടത്. ഏത് തരത്തിലായിരിക്കും ഫിലിം എന്നറിയാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അത്തരത്തിൽ ഫിലിം കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് എനിക്ക് അത്രമാത്രം എനിക്ക് ആ ഫിലിം ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ തിരക്കഥയാണ്. ഇത് രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ഫിലിമിൻ്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത്. അതുൽ രാമചന്ദ്രനും അതുപോലെ ലിബിനും ചേർന്നിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ചെയ്തിരിക്കുന്നത്. അടിപൊളി സ്ക്രിപ്റ്റാണ്, ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഒരു വെൽ മെയ്ഡ് സ്ക്രിപ്റ്റ് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു അടിപൊളി തിരക്കഥയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ എക്സിക്യൂഷനും ഇതിൻ്റെ ഡയറക്ഷനും പെർഫെക്റ്റ് ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. MC ജിതിന് ഇതിന് മുന്നേ സംവിധാനം ചെയ്തത് നോൺസെൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. അതിനുശേഷം ആ ഫിലിം ഞാൻ കണ്ടിട്ടില്ല, അത് അത്ര ശ്രദ്ധിക്കാതെ പോയൊരു ഫിലിമാണ്. അതിനുശേഷം വന്ന ഒരു ഫിലിം, അതിനുശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്നൊരു സിനിമയാണിത്. ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൻ്റെ ഡയറക്ഷനും കൂടെ ചേർന്നപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം മൂവി ഓഫ് ദി ഇയർ എന്ന് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഫിലിം. നമുക്ക് ഓരോ പ്രതീക്ഷയും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ഫിലിമിൻ്റെ ഓരോ പോയിന്റിലും ഫിലിം മുന്നോട്ട് പോകുന്നത്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെയാണ് ഫിലിമിന് കൊടുത്തിരിക്കുന്നത്. അടിപൊളി സ്ക്രിപ്റ്റാണ്, എടുത്തു പറയേണ്ടതാണ്. അതാണ് ആ ഒരു കോറാണ് ഈ ഫിലിമിൻ്റെ സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം എടുത്തു പറയേണ്ടത് ഇതിലെ കാസ്റ്റാണ്. ഇതിൻ്റെ കാസ്റ്റ് ഓരോരുത്തരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പെർഫോമൻസാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് നസ്രിയ നസീമിനെയാണ്. നസ്രിയ നസീമിൻ്റെ ഒരു വൺ വുമൺ ഷോ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസാണ് ഈ ഒരു ഫിലിമിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അവർ നസ്രിയ കൂടുതലും ചെയ്തിട്ടുള്ളത് കുറച്ച് ബബ്ലി ആയിട്ടുള്ള കുറച്ച് കുറച്ച് വൈബോടുകൂടിയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടർ, അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് കൂടുതലും നമ്മൾ നസ്രിയെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു കുടുംബിനിയായിട്ട് ഒരു അയലത്തെ വീട്ടിൽ എത്തി നോക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു
കുടുംബിനിയായിട്ട് വളരെ മനോഹരമായിട്ട് ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു നസ്രിയ ചെയ്തത്. ഒരു പോയിന്റിൽ പോലും കയ്യിൽ നിന്ന് വിട്ടു പോവാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇത് നസ്രിയ നസീമിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഫിലിമാണ് സൂക്ഷ്മദർശിനിയിലെ ഒരു ഫിലിമാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. അതുപോലെ ബേസിൽ ജോസഫ്, നമ്മൾ ഈ അടുത്ത കാലത്ത് ബേസിൽ ജോസഫിനെ കണ്ടിട്ടുള്ളതെല്ലാം കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കുറച്ച് കോമഡി ടച്ചൊക്കെ വരുന്ന അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിലാണ് കൂടുതലും ബേസിലിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം മാറി വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബേസിൽ ഈ ഫിലിമിൽ ചെയ്തിരിക്കുന്നത്. കൂടുതലും നമ്മൾ ഫഹദ് ഫാസിലൊക്കെ ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ വളരെ അടിപൊളിയായിട്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അത്ര ഫ്ലെക്സിബിളായിട്ടുള്ളൊരു നടനാണ് ബേസിൽ എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ അടുത്ത് വന്ന അദ്ദേഹം ഹീറോ ആയിട്ട് വന്ന സിനിമകളെല്ലാം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളാണ്. ഒരു മിനിമം ഗ്യാരണ്ടി നടനായിട്ട് ബേസിൽ ജോസഫ് മാറിക്കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇവരെ കൂടാതെ അഖില ഭാർഗവൻ, അങ്ങനെ കുറേ മെർലിൻ, അങ്ങനെ ഒരുപാട് അധികം ക്യാരക്ടേഴ്സ് ഫിലിമിൽ വരുന്നുണ്ട്. എല്ലാവരും വളരെ മനോഹരമായിട്ട് അവരവരുടെ റോളുകൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും അതുപോലെ ഈ ഒരു മൂഡ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇതിലെ മ്യൂസിക്കും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറാണ് ഈ ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ആ ഒരു ത്രില്ലർ മൂഡ് ചോർന്നു പോകാതെ നമ്മളെ പിടിച്ചിരുത്താനായിട്ട് ഇതിൻ്റെ മ്യൂസിക്കിനും സാധിക്കുന്നുണ്ട്. അപ്പം ഓവറോൾ ഒരു അടിപൊളി തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിമാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി കാണുക. തിയേറ്ററുകളിൽ വളരെ നല്ലൊരു റെസ്പോൺസുമായിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഫിലിം കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഫിലിം ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ ഇത് വീഡിയോയുടെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.